ഒരു തീരുമാനമെടുക്കാൻ എന്തൊരു പാടാണ് ചിലപ്പോഴൊക്കെ. പലപ്പോഴും ഒരു കരിയർ കഴിഞ്ഞൊക്കെ കാണാൻ വരുന്നവർ പറയുന്നത്, സാറ് ആകെ കൺഫ്യൂഷനാണ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ഏത് കോഴ്സിന് ചേരണമെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, കോഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കോളേജ് ഏതാണ് എന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും തീരുമാനമെടുപ്പ് ഒരു 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 ചലഞ്ചാണ്, പലർക്കും ഒരു വെല്ലുവിളിയാണ്. തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും തീരുമാനമാണ്. നഴ്സറി ചേർക്കൽ മുതൽ ഒരുപക്ഷെ ജനിക്കുന്നത് മുമ്പ് തന്നെ തീരുമാനമാണ്, പാരൻസിൻ്റെ തീരുമാനമാണ് ഒരു കുട്ടി ജനിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തീരുമാനം എടുപ്പാണ്. പിന്നെ ജീവിതത്തിലെ പലതരം തീരുമാനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ പറയുന്നത് പ്രോഗ്രാംഡ് ഡിസിഷനാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം ഒരു തീരുമാനം എടുക്കണം, ഏത് സ്ഥാപനത്തിൽ പഠിക്കണം, ആരെ കല്യാണം കഴിക്കണം, എവിടെ വസ്തു മേടിക്കണം, എവിടെ വീട് വയ്ക്കണം, എങ്ങനെയുള്ള വീടാണ് വയ്ക്കേണ്ടത്, അതിന് ആരെയാണ് കാണേണ്ടത്, അവിടെ എല്ലാം തീരുമാനമെടുപ്പുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ പിന്നീട് ഇപ്പം സർക്കാർ സർവീസിൽ കുറേ വർഷം ഇരുന്നിട്ട് വലിയ ബൾക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ, ഈ പണം നിക്ഷേപിക്കാനായിട്ട് ഒരുപാട് പേര് കൂടും. അപ്പോൾ എവിടെ നിക്ഷേപിക്കണം, ചില സ്ഥലത്തൊക്കെ വലിയ പലിശയൊക്കെ വാഗ്ദാനം ചെയ്ത് അവിടെ കൊണ്ടുവിടും. അവസാനം പലിശയും കിട്ടത്തില്ല, മുതലും കിട്ടത്തില്ല, ചിലപ്പോൾ ഈ സ്ഥാപനം തന്നെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില അബദ്ധം വരുന്നവരുണ്ട്. അപ്പോൾ തീരുമാനമെടുപ്പ് ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടുള്ള പ്രയോജനമുണ്ട്. ഇനി തീരുമാനം എടുക്കാതിരുന്നാൽ എന്താണ്? തീരുമാനം എടുക്കാതിരുന്നാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമെങ്കിലും തീരുമാനമെടുക്കാതിരുന്നാൽ നഷ്ടങ്ങളുണ്ട്. നമുക്കറിയാം BTech, MTech, MBA, BSc, അതുപോലെ തന്നെ ചില പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യുവതലമുറയിൽ ഒരുപാട് പേര് ജോലിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവർ ശരിക്കും തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയതെന്ന് നമ്മളെപ്പോലുള്ളവർ ചിലപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ തീരുമാനമെടുപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി തീരുമാനമെടുത്തത് കൊണ്ട് ഒരുപക്ഷെ തീരുമാനം ഒരുപക്ഷെ അത് തെറ്റായിപ്പോയാലും നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കും. അപ്പം തീരുമാനമെടുപ്പ് കൊണ്ട് ആർക്കും വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കില്ല. കൺസ്ട്രക്റ്റീവായിട്ട് തീരുമാനം എങ്ങനെ എടുക്കാമെന്ന് നമ്മളൊരു 7 കാര്യങ്ങളിൽ കൂടി വ്യക്തമാക്കുകയാണ്. ചിലപ്പോഴും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. ഇപ്പോൾ ഇന്ന് കമ്പനികളൊക്കെ കോർപ്പറേറ്റ്സ് കമ്പനികൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇവിടെ നോക്കുന്നുണ്ട്. കുട്ടികൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടോ എന്നറിയാനാണ്. അതൊരു ക്വാളിറ്റി, ഒരു പേഴ്സണാലിറ്റി ഫാക്ടർ തന്നെയാണ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വളരെ വ്യക്തമായ തീരുമാനമെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു 7 ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഒന്നാമത്തത് നമ്മുടെ തിങ്ക് ഓൺ പേപ്പർ എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്. ആദ്യമായിട്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു വല്ലാത്ത ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? തിങ്ക് ഓൺ പേപ്പർ. നമ്മൾ പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതുക. എല്ലാ വീട്ടിലും ഉപയോഗിക്കാത്ത എത്രയോ ഡയറി കാണും, ഉപയോഗിക്കാത്ത എത്രയോ നോട്ട്ബുക്ക് കാണും. ആ നോട്ട്ബുക്ക് ആണെങ്കിൽ നമുക്ക് വീണ്ടും മറിച്ച് നോക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം അതിലൊരു പേപ്പറിൽ നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തത്. അതിൽ തന്നെ നമ്മൾ പിന്നീട് അതിൻ്റെ മെറിറ്റ്സ്, നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ ഉള്ള മെറിറ്റ്സ്, ഇനി സോൾവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്സ്, ആ തീരുമാനമെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീമെറിറ്റ്സ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇനി ആ തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിലൊക്കെ അത് പ്രധാനമാണ്. വിദേശത്ത് പോകണമെന്ന് കുട്ടി പറയുന്നു, അച്ഛനും അമ്മയും പറയുന്ന വിദേശത്ത് പോകാനൊക്കത്തില്ല, ഒരുപാട് പൈസയാകും. അപ്പോഴാണ് ഒരു തീരുമാനമെടുപ്പ്. അപ്പോൾ ലോൺ കിട്ടും, അതെങ്ങനെ കിട്ടും? അപ്പോൾ അവിടെ ഒരു തീരുമാനമെടുപ്പിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാംഡ് ഡിസിഷനാണത്. അപ്പോൾ അതൊരു കൺസ്ട്രക്റ്റീവ് ആവണമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ തിങ്ക് ഓൺ പേപ്പർ അവിടെ വർക്ക് ചെയ്യും. മിക്കവാറും കാര്യങ്ങളിൽ
ഇതുപോലത്തെ പ്രോഗ്രാംഡ് ഡിസിഷൻ മേക്കിങ്ങിൽ തിങ്ക് ഓൺ പേപ്പർ വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. നമ്മൾ എഴുതി വയ്ക്കുക, നമ്മളതിൻ്റെ മെറിറ്റ് കാണുക, അവിടെ പോയി കഴിഞ്ഞാൽ എത്ര ശമ്പളം, അവിടെ എത്ര സ്റ്റേ ബാക്ക് കിട്ടും, അവിടെ ജോബ് ഉറപ്പാണ്, പാർട്ട് ടൈം ജോബ് കിട്ടും, അതൊക്കെ മെറിറ്റാണ്. അതിൻ്റെ ബ്ലോക്സ് എന്താണ്, അതിൻ്റെ ബ്ലോക്സുകൾ ചിലപ്പോൾ കാണാം. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ മെറിറ്റിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ ബ്ലോക്സ് അഥവാ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ്. എന്തായാലും അതിൻ്റെ മെറിറ്റ് ആയിരിക്കും കൂടുതൽ. കാരണം കാലാകാലം സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മളൊരു കുട്ടിയെ വിദേശത്ത് വിടുന്നത്. വിദേശത്ത് വിടുന്നതിന് മാത്രമല്ല, എല്ലാം തന്നെയാണ്. വിവാഹത്തിൻ്റെ ഒരു ഡിസിഷൻ, അതുപോലെ തന്നെ ഒരുപാട് ഡിസിഷൻസ് ഉണ്ടല്ലോ. വീട് വയ്ക്കണം, താമസിക്കണം, ജോലി എവിടെയാണോ, കേന്ദ്ര ഗവൺമെൻറ് ജോലി വേണോ, സംസ്ഥാന ഗവൺമെൻറ് ജോലി വേണോ, അതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലെ പെൻഷൻ പ്രായം, സംസ്ഥാന ഗവൺമെൻറ്റിലെ പെൻഷൻ പ്രായം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മെറിറ്റിൽ എഴുതാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. രണ്ടാമത്തത് എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ് ആണ്. എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ്. നമ്മൾ ഓപ്ഷൻസ് എപ്പോഴും തീരുമാനം എടുക്കുമ്പം മിക്ക മാറ്റേഴ്സിലും ഓപ്ഷൻസ് കാണും. ഇപ്പം സ്ഥാപനങ്ങൾ എവിടെ ചേർക്കണം, ഓപ്ഷൻസാണ്. ഏത് വിദേശ രാജ്യത്ത് പോകണം, ഓപ്ഷൻസാണ്. പിന്നീട് നമ്മൾ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പോകണോ, ഇനി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണോ, അവിടെ പോയി കഴിഞ്ഞാൽ ആ ഭാഷ പഠിക്കേണ്ടതുണ്ടോ, ഇതെല്ലാം ഒരു പ്ലാനിങ് ആണ്. അപ്പം അതിൻ്റെ ഓപ്ഷൻസ്, എവിടെയാണ് പൈസ കുറച്ച് പോകാൻ കഴിയുന്നത്, എവിടെയാണ് സ്കോളർഷിപ്പ് എന്തെങ്കിലും കിട്ടുന്നത്, എവിടെയാണ് ലോൺ കിട്ടുന്നത്, ബാങ്കുകാർ വെൽക്കം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അങ്ങനെയാണല്ലോ. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ബാങ്കുകാർ ലോൺ തരത്തില്ല. അപ്പം അത് എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ്. ഓപ്ഷൻസിൽ പിന്നെ 1, 2, 3 എന്നൊക്കെ ഓപ്ഷൻസ് ഇടാം. ഇത് എല്ലാറ്റിലും വരും. നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നു, ഏത് കമ്പനിയുടെ ഫ്ലാറ്റ് വാങ്ങണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, 3 ബെഡ്റൂം വേണോ, 2 ബെഡ്റൂം വേണോ, 4 ബെഡ്റൂം വേണോ, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യം വരെ നമുക്ക് ഇങ്ങനെ കൃത്യതയോടെ തീരുമാനിക്കാൻ കഴിയും. അപ്പം ഫൈൻഡ് ഔട്ട് ബെറ്റർ ഓപ്ഷൻസ്. അപ്പം അതിൽ തന്നെ 1, 2, 3 നമ്മളെ ഓപ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ് എന്നുള്ള ഇതിൽ നമ്മളെ ഓപ്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് സമചിത്തതയോടുകൂടി നമ്മൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണത്, ഒരു എലിമെൻ്റാണത്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് സെലക്ട് ദി ബെസ്റ്റ് എന്നാണ്. ഏറ്റവും നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് എഴുതി കഴിഞ്ഞാൽ സെലക്ട് ദി ബെസ്റ്റ്, സിലക്ഷനാണ്, പ്രധാനമായിട്ട് സിലക്ഷനാണ്. അപ്പം അതിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് വരുന്ന നമ്മളെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ഘടകങ്ങളറിയാം, ഏത് രാജ്യത്ത് പോകണമെന്നറിയാം. ഒരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇത് എല്ലാറ്റിനും ബാധകമാണ്, ജീവിതത്തിലെ മിക്ക ഇതിനും ബാധകമാണ് ഈ ഓപ്ഷൻസ്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ തിരഞ്ഞെടുക്കുക. അതിനു മുമ്പ് തന്നെ നമ്മളെ ബ്ലോക്കുകൾ കണ്ട് മെറിറ്റ് കണ്ട്, ബ്ലോക്കിനേക്കാളും മെറിറ്റിൻ്റെ എണ്ണം ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. നമ്മളത് എഴുതി വയ്ക്കാമെങ്കിൽ നമ്മളത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സിലക്ട് ദി ബെസ്റ്റ്, ആ ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് മാർക്ക് ചെയ്തു, അത് ടിക്ക് മാർക്ക് ചെയ്തു, അത് സ്റ്റാർ മാർക്ക് ചെയ്തു. ഇതാണ് അതിലെ ഈ പറയുന്ന പോയിന്റിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും നല്ല, ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള. അത് മാട്രിമോണിയൽ സൈറ്റുകൾ നോക്കി ചെറുക്കനും വരനെ തേടുന്നു, വധുവിനെ തേടുന്നു, ഇതിലെല്ലാം ഇത് വരും. സെലക്ട് ദി ബെസ്റ്റ് എന്ന് പറയും. പിന്നെ പ്രധാനമായിട്ടുള്ള അടുത്ത പോയിന്റ് മണി മാനേജ്മെൻറ്റ് തന്നെയാണ്. മണി മാനേജ്മെൻറ്റ് മിക്കവാറുള്ള തീരുമാനങ്ങൾക്കെല്ലാം തന്നെ മണി ഒരു ഫാക്ടർ തന്നെയായിരിക്കും. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഒരുപാട് അല്ലാത്ത ഫാക്ടറും അല്ലാത്ത കാര്യങ്ങളും കാണും. നമ്മളിപ്പം എല്ലാ എക്സാമ്പിളും പറയാൻ പറ്റത്തില്ല. മണി മാനേജ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും മണി മാനേജ്മെൻറ്റ് എന്തായാലും ഒരു യാത്ര, അതിന് കുറച്ച് ഫണ്ട്, പഠനത്തിനാണെങ്കിൽ അതിന് ഒരു എമൗണ്ട് കാണണം. ആ എമൗണ്ട് എങ്ങനെയാണ്, അതിൻ്റെ റിസോഴ്സസ് കാണണം, അതിൻ്റെ സോഴ്സസ് കാണണം. അപ്പോൾ അത് ലോണാണോ അല്ലെങ്കിൽ കയ്യിൽ കാശുണ്ടോ, ചിട്ടിയാണോ, ഇതെല്ലാം തന്നെ അതിൻ്റെ ഫാക്ടറാണ്. മിക്കവാറുള്ള തീരുമാനങ്ങൾക്കെല്ലാം തന്നെ ഇങ്ങനെ ഇതുവരെ, അത് വീട് വെപ്പാണെങ്കിൽ, വസ്തു വെടിപ്പാണെങ്കിലും, പിന്നെ ജോലി കിട്ടിപ്പോകുന്നതാണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു മണി മാനേജ്മെൻ്റ് ഉണ്ട്. മൊത്തത്തിൽ മണി മാനേജ്മെൻ്റ് എന്നാണ്. അപ്പം മണി മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തീരുമാനമെടുപ്പിൽ ഒരു 70-80% കാര്യങ്ങൾക്കും മണി മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതനുസരിച്ച് നിങ്ങളുടെ തീരുമാനം വളരെ 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 പിന്നെ സൗകര്യപൂർവ്വം വളരെ ബെറ്ററാവും എന്നുള്ളതാണ്. അടുത്ത ഘടകം സീക്ക് സപ്പോർട്ടാണ്. നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണ്ടി വരും. അത് പലതിനും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൽ ഏറ്റവും നമ്മൾ മതിപ്പുള്ളൊരു വ്യക്തിയുടെ
പ്രായം കൊണ്ടും ചിലപ്പം അതുപോലെ തന്നെ നമുക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളത് വീട്ടിൽ അങ്ങനെ തന്നെ വേണമെന്നില്ല. ചിലപ്പം ഒരു അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന നമ്മളോട് കൂടുതൽ കൺസേൺ ഉള്ള നമ്മുടെ ഭാവി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ കാണും. അപ്പോൾ അവരുമായിട്ട് അവർ സ്യൂട്ടബിൾ ആവുമെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് തേടാം. കരിയർ ഒരു ഓപ്ഷനാണ്, ഇത്രയൊക്കെ ഉണ്ട്, നമുക്ക് എങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ഒരു കരിയർ ഗൈഡിനെ കാണാം. ഇനി അല്ലാതെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്, ഞാനാകെ ഉറക്കമില്ല, എനിക്കൊരു സപ്പോർട്ട് വേണം, എനിക്ക് ഉറക്കമില്ല, അത് ഭയങ്കര പ്രശ്നമാണ്, എന്നെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിലും അത് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനേഴ്സ് ഇവിടെയുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. കാരണം അതൊരു നല്ല തീരുമാനമാണ്. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഇതുപോലെ സഹായിക്കുന്ന സൈക്കോളജിസ്റ്റ് പോലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സപ്പോർട്ട് തേടുന്നതിൽ ഒരു വിഷമവും ഇല്ല. പിന്നെ നമ്മൾ ഔട്ട്സൈഡ് അവർ ഫാമിലിയിൽ ചിലപ്പം വളരെ റെസ്പെക്റ്റബിൾ പേഴ്സൺസ് കാണും. നമ്മളെ പഠിപ്പിച്ച മാഷാകാം, അത് നമ്മളെ അയൽ വീട്ടിലെ ഒരു വ്യക്തിയാകാം. അപ്പോൾ അവരുമായിട്ട് ആ സപ്പോർട്ടേഴ്സിന് ചില ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് ഉള്ളവരെ മാത്രം നിങ്ങൾ അവരെ സീക്ക് സപ്പോർട്ട് എന്നുള്ളതിൽ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ളവരെ കണ്ട് നിങ്ങൾ ഗൗരവമായിട്ട് ഈ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഉള്ള ചർച്ചകൾ ആകാം. നമ്മൾ ഒരു സപ്പോർട്ടും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ, സപ്പോർട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും. സപ്പോർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ അറിയിക്കുന്നത് നല്ലതാണ്. നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പം വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ആലോചിക്കാം, ഭാര്യയും ഭർത്താവുമായിട്ട് ആലോചിക്കാം, ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് വിളിക്കാം, ഭാര്യയുടെ വീട്ടുകാരെ ആലോചിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഒരു വ്യക്തിയെ നമുക്ക് ആശ്രയിക്കുന്നില്ലെന്നും കുഴപ്പമില്ല. അവരുടെ ക്വാളിറ്റി ഒരു മാറ്റർ തന്നെയാണ്. അടുത്തത് 6ാമത്തെ പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ബ്രോഡ്കാസ്റ്റ് ടു മിനിമം സർക്കിൾ. നമ്മൾ എടുത്ത തീരുമാനങ്ങൾ വളരെ കുറച്ച് പേരെടുത്തേ പറയാവൂ എന്നുള്ളതാണ്. എല്ലായിടത്തും ഞാൻ പണ്ട് പറയുന്നുണ്ടെങ്കിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കരുത്. കാരണം ഇതിനെല്ലാം തന്നെ ആളുകൾ പല രീതിയിലാണ് ഒരു കാര്യത്തെ കാണുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ ആളുകൾക്കൊരു വിഷയമല്ല. ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കണം. നമ്മൾ അയൽവക്കത്ത് മുഴുവനും ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു, ഒരു സർവകലാശാലയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ താമസം മാറുന്നു, ഇതൊക്കെ ആ സമയത്ത് അറിയേണ്ടവർ മാത്രം അറിയാൽ മതി. നമ്മൾ പോകും എന്നുള്ള ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മിനിമം ആൾക്കാരിൽ മാത്രം അറിയേണ്ടവർ മാത്രം അറിയുക എന്നുള്ളതാണ്. ആരും അതിൽ പേടിപ്പിക്കാൻ നിൽക്കുകയൊന്നും അല്ല. പക്ഷെ ചിലരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും വന്ന് കുട്ടിയെ അവിടെ വിടാമോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിയ ആ നാട് അത്ര നല്ലതാണോ എന്നൊക്കെ ചോദിക്കുക. അതിലൊന്നും ഒരു അർത്ഥമല്ല, ലോജിക്കലല്ല അത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലാനിങ്ങിൽ വേണം, തീരുമാനമെടുപ്പിൽ അത് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഡിസിഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വ്യഗ്രതയുള്ള ആൾക്കാരുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കും, പെൺകുട്ടിയെ ബാംഗ്ലൂർ വിടാമോ, പെൺകുട്ടിയെ ഡൽഹിയിൽ വിടാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. വിദേശത്ത് പെൺകുട്ടിയെ വിടാമോ, ആൺകുട്ടിയെ വിടട്ടാലും അവർ പറയും. അങ്ങനെയൊക്കെ ചില ഒരു ഭയം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, നമുക്ക് തന്നെ അറിയാതെ. അപ്പോൾ അവരോടൊന്നും നമ്മൾ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് മിനിമം ഏറ്റവും അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം, ആരോഗ്യകരമായി നമ്മളെ തീരുമാനത്തെ അംഗീകരിക്കുന്നവരടുത്ത് പറയുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ഘടകമാണ്. ഇനി അവസാനത്തെ പോയിൻ്റ്, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ്. ടേക്ക് ആക്ഷൻ. അതാണ് ടേക്ക് ആക്ഷൻ. എന്തോ വരട്ടെ, നമ്മൾ അത് പൂർണ്ണമായും നമ്മളൊരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ചിലപ്പം ആരെയും സപ്പോർട്ട് വാങ്ങിക്കാണത്തില്ല, വീട്ടുകാർ മാത്രം തീരുമാനിച്ചായിരിക്കും, സ്വയം തീരുമാനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിഷനാണ്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങൾ തന്നെയാണ്. ടേക്ക് ആക്ഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ അതിനു മുമ്പ് സംസാരിച്ചതെല്ലാം തന്നെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആകും. ഈവൻ ഒരു ലിറ്റിൽ ബിറ്റ് ഫെയിലുവർ ആയി എങ്കിൽ പോലും എവരി ഫെയിലുവർ ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ്. അതായത് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആരും മറിഞ്ഞു വീണ് മരിച്ചിട്ടൊന്നുമില്ല, ആരും ഹൃദയാഘാതം മൂലം
മരണമൊന്നും ഭരിച്ചിട്ടില്ല. എവറസ്റ്റ് കയറുന്നവർ ചിലപ്പം വീണൊക്കെ ചിലപ്പം അപകടമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്തെന്ന് കരുതി ആർക്കും അത്രമാത്രം അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇത്രമാത്രം കൺസ്ട്രക്റ്റീവായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 90% അതിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാത്തതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു ശരിയായ ആലോചനയിൽ ഒരു തീരുമാനം വളരെ ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന കൗമാരക്കാരെയൊക്കെ തീരുമാനമെടുത്ത് പഠിപ്പിക്കുക കൂടി ചെയ്യണം പാരൻസ്. അങ്ങനെ തീരുമാനമെടുക്കാൻ പഠിപ്പിക്കാതിരുന്നാൽ അവർ ആകെ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കുട്ടികൾക്ക് നമ്മൾ തന്നെ പാരൻസ് കൊടുക്കാതിരിക്കരുത്. കാണുന്ന പാരൻസ് പ്രത്യേകിച്ച് പറയണം, തീരുമാനമെടുക്കുന്നതിൽ അവരെ കൂടി, കുടുംബത്തിലെ ഏത് തീരുമാനം എടുക്കുന്നതിലും അവരെ കൂടി ഉൾപ്പെടുത്തുക. എങ്ങനെ ഹൗ ടു മേക്ക് എ ഡിസിഷൻ എന്നുള്ളത് അവർ കൂടി പഠിക്കട്ടെ. നല്ല ഒരു തലമുറ അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. അവർക്കൊരു ജോലി കിട്ടാൻ എളുപ്പവും, അവർ നന്നായിട്ട് സംസാരിക്കും, അവർക്ക് നിർഭയമായി സംസാരിക്കും, നിർഭയമായി തീരുമാനമെടുക്കാൻ കഴിയും. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒരു വലിയ ഒരു പേഴ്സണാലിറ്റി എലിമെൻ്റാണ്. അത് പേഴ്സണാലിറ്റി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടിരുന്നവർക്കെല്ലാം നന്ദി. താങ്ക് യു.